അതായത് സ്വർണത്തിന്റെ ഏറ്റവും പീക്കിലുള്ള സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെയുള്ള കാലഘട്ടമാണ്. ഫെബ്രുവരിക്ക് ശേഷം അത് ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. വലിയ തോതിലുള്ള സ്വർണം വാങ്ങിക്കൂട്ടൽ ഒരിക്കലും ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റോ ഒരു സമ്മാനമോ അല്ല. പകരം നമ്മൾ നോക്കേണ്ടത് പ്രത്യേകിച്ചും ആഭരണങ്ങളായിട്ട് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രീസിയേഷനും പണിക്കൂലിയും ഒക്കെ നോക്കുമ്പോഴേക്കും ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ ഒരു നല്ല തീരുമാനമല്ല. അപ്പൊ ഭൂമിയെ സംബന്ധിച്ച് നമ്മൾ വാങ്ങിയ വിലയിൽ നിന്നും വിൽക്കാനും വാങ്ങാനും ഒക്കെ വളരെ എളുപ്പമല്ല. അതേസമയത്ത് ഈസ് ഓഫ് ഡൂയിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്തി എന്നുള്ള നിലയിൽ സ്വർണമാണ് കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത്. നിക്ഷേപമായിട്ട് സ്വർണത്തിനെ ആഭരണമായിട്ട് സൂക്ഷിക്കുന്നത് ബുദ്ധിയല്ല. സ്വർണവിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയാണ് ഇത്. രതീഷ് കണ്ണങ്കര, ഫിനാൻഷ്യൽ അഡ്വൈസർ, ഒപ്പമുണ്ട്. സ്വർണവില 80,000 രൂപയൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പലരും നമ്മോടൊപ്പമുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെ. അതായത് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ വിവാഹം നടത്താൻ നിൽക്കുന്നവർ ഇനിയും വില കുറയും സ്വർണത്തിന് എന്നാണ് അവരുടെ പ്രതീക്ഷയും ആ ഒരു കാത്തിരിപ്പിലുമാണ് അവർ. ഇത്തരത്തിൽ ഈ വിവാഹ പാർട്ടികളുടെ പ്രതീക്ഷകൾ അസ്ഥാനത്താകുമോ, അതോ ആശ്വസിക്കാനുള്ള വക കാണുന്നുണ്ടോ? നമുക്കറിയാം, നമ്മുടെ സ്വർണത്തിന്റെ സീസണൽ ട്രെൻഡും ഫിസിക്കൽ ഡിമാൻഡും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വർണത്തിന്റെ ഏറ്റവും പീക്കിലുള്ള സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെയുള്ള കാലഘട്ടമാണ്. ഫെബ്രുവരിക്ക് ശേഷം അത് ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മുടെ സ്വർണത്തിന്റെ ലോകത്തിന്റെ മൊത്തം ഉപഭോഗത്തിന്റെ 20% നമ്മുടെ ഭാരതത്തിലാണ്, ഇന്ത്യയിലാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ജുവലറി ആയിട്ട് ഏകദേശം 20% മുതൽ 30% വരെ കൺസംഷൻ ഇന്ത്യയാണ്. ഏകദേശം 25% മുതൽ 30% വരെ ചൈനയാണ്. ബാക്കിയുള്ള രാജ്യങ്ങളാണ് ബാക്കിയുള്ള സ്വർണത്തിന്റെ ഉപഭോഗത്തിലെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അങ്ങനെയുള്ള 25%-ഓളം ഇറക്കുമതി ചെയ്യുന്ന ഭാരതത്തിലെ 20%-ഓളം സ്വർണത്തിന് ഉപയോഗിക്കുന്നത് കേരളത്തിലുമാണ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആകെ സ്വർണത്തിന്റെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണം, അതായത് ഏകദേശം 800 ടണ്ണോളം നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ കേരളത്തിൽ ഏകദേശം 60 മുതൽ 100 ടണ്ണ് വരെ നമ്മൾ ഉപഭോഗം ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് ഈ സമയത്തെ ഫിസിക്കൽ ഡിമാൻഡ് എത്രത്തോളമാണ്, അതായത് ഏപ്രിൽ മെയ് ആവുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ആ ഡിമാൻഡ് കുറഞ്ഞു വരാറുണ്ട്. അത് ഹിസ്റ്റോറിക് ആയിട്ടുള്ള ചരിത്രമാണ്. പക്ഷെ അന്താരാഷ്ട്ര വിപണിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച്, അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കുകയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ടും പഴയകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ആവുമ്പോഴേക്കും കുറച്ചുകൂടെ താഴേക്ക് കിട്ടാനുള്ള, ഒരു വർഷത്തെ ഒരു കുറഞ്ഞ വില കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിവാഹക്കാര്യം തന്നെ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഈ വിവാഹ ആവശ്യത്തിന് മക്കൾക്ക് വിവാഹ സമ്മാനമായി കൂടുതൽ സ്വർണം നൽകുന്നവരുണ്ട്. വില കുറയാൻ സാധ്യതയുണ്ട് എന്ന് താങ്കൾ പറയുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ ഇപ്പോൾ വാങ്ങിക്കൂട്ടുന്ന സ്വർണം മുതൽ കൂട്ടാകുമോ, അതോ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ടോ? സ്വർണം ഒരു അസറ്റ് അലോക്കേഷന്റെ ഭാഗമായിട്ട് സ്വന്തം മൊത്തമുള്ള ആസ്തിയുടെ ഭാഗത്തിൽ ഒരു ഭാഗം സ്വർണം എന്നുള്ള നിലയിൽ കൊടുക്കാം. അതിലുപരിയായിട്ട് വലിയ തോതിലുള്ള സ്വർണം വാങ്ങിക്കൂട്ടൽ ഒരിക്കലും ഒരു അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റോ ഒരു സമ്മാനമോ അല്ല. പകരം നമ്മൾ നോക്കേണ്ടത് പ്രത്യേകിച്ചും ആഭരണങ്ങളായിട്ട് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഡിപ്രീസിയേഷനും പണിക്കൂലിയും ഒക്കെ നോക്കുമ്പോഴേക്കും ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ ഒരു നല്ല തീരുമാനമല്ല. സ്വർണം ഈ സമയത്ത് ധാരാളം വാങ്ങിക്കൂട്ടുന്നത് നല്ലതല്ല. ആവശ്യമുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം എന്നതിലുപരിയായിട്ട് ദീർഘകാല നിക്ഷേപത്തിന് ഒരു നല്ലൊരു ഫെയർ ആയിട്ടുള്ള വിലയല്ല ഇപ്പോൾ സ്വർണത്തിന് നിൽക്കുന്നത്. നമുക്കറിയാം, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ ഉയർന്ന വിലയാണ്. ഇന്ത്യൻ പ്രൈസിനും ഈ 1,14,000 രൂപ പോലും ഉയർന്ന വിലയാണ്. ഓക്കെ, ഈ ഭാവിയിലേക്കുള്ള നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങരുത് എന്നാണ് എങ്കിൽ വിവാഹത്തിനാണല്ലോ കൂടുതലും ആളുകൾ കൂടുതലായി സ്വർണം വാങ്ങുന്നത്. അപ്പോൾ വിവാഹത്തിന് മക്കൾക്ക് കൂടുതൽ സ്വർണത്തിന് പകരം ഭൂമിയൊക്കെ വാങ്ങിക്കൊടുത്തുകൂടെ എന്ന് ചിലർ പറയാറുണ്ട്. സ്വർണത്തിന് പകരം ഭൂമി നൽകിയാലുള്ള ലാഭം എന്താണ്? ഭൂമിയാണോ സ്വർണമാണോ ഇപ്പോഴത്തെ ട്രെൻഡിൽ ഭാവിയിൽ ഗുണം ചെയ്യുക? ഭൂമിയും സ്വർണവും എന്ന് പറയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള 2 അസറ്റ് ക്ലാസ്സുകളാണ്. ഈ അസറ്റ് ക്ലാസ്സുകൾ നമ്മൾ പറയുമ്പോഴും അതിന്റെ ഉപയോഗവും അതിന്റെ ഉപയോഗം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ പ്രത്യേകതകൾ നമ്മൾ തീരുമാനിക്കുന്നത്. വാങ്ങണോ വിൽക്കണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് ഭൂമി ഉപയോഗിക്കുന്നത്, വീട് ഉപയോഗിക്കുന്നത് താമസത്തിനും നമ്മുടെ ജോലി സൗകര്യത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ഒക്കെ, അല്ലെങ്കിൽ ഓഫീസ് ആവശ്യങ്ങൾക്കും ഉള്ള കൺവീനിയൻസിന്റെ ഭാഗമായിട്ടാണ് ഭൂമി അഥവാ റിയൽ എസ്റ്റേറ്റ് നമ്മുടെ അസറ്റ് ആയിട്ട് വാങ്ങിക്കൂട്ടുന്നത്. അതിനുപരിയായിട്ട് പഴയ കാലങ്ങളിൽ കൃഷിക്ക് ഉപയോഗിച്ചിരുന്നു. ഇന്ന് ആ ട്രെൻഡുകൾ മാറിയിട്ടുണ്ട്. ഇന്ന് അതിന് പകരമായിട്ട് അതൊരു മറ്റു ചില ഉപകാരങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭൂമി ഒരു ആസ്തിയായിട്ട് കണക്ക് കൂട്ടുന്നത്. സ്വർണം അതേപോലെ തന്നെ മറിച്ചാണ്.
സ്വർണ്ണത്തെ നിക്ഷേപമായിട്ട് കാണുന്നവർക്ക് മറ്റു പല ഉപാധികളുണ്ട്, ആഭരണങ്ങളല്ലാതെ അത് ETF-കളായിട്ടോ മറ്റു പല കാരണങ്ങളായിട്ടോ ഉപയോഗിക്കാൻ പറ്റും. അതിന് കുറച്ചും കൂടി ലിക്വിഡിറ്റി ഉണ്ട്. അപ്പൊ ഭൂമിയെ സംബന്ധിച്ച് നമ്മൾ വാങ്ങിയ വിലയിൽ നിന്നും വിൽക്കാനും വാങ്ങാനും ഒക്കെ വളരെ എളുപ്പമല്ല. അതേസമയത്ത് ഈസ് ഓഫ് ഡൂയിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആസ്തി എന്നുള്ള നിലയിൽ സ്വർണ്ണമാണ് കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ നിക്ഷേപകർ വൻതോതിൽ സ്വർണവും വെള്ളിയും വാങ്ങിക്കൂട്ടിയ സാഹചര്യത്തിൽ ആഗോള രാഷ്ട്രീയ സാഹചര്യം മാറുന്നത് അപകട സാധ്യത ഉയർത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ആഗോള രാഷ്ട്രീയ സാഹചര്യവും സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമുക്കറിയാം ഇന്ന് സ്വർണവും വെള്ളിയും ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ട്രേഡ് ചെയ്യപ്പെടുന്ന കറൻസി എന്നുള്ള നിലയിൽ നമുക്ക് പ്രധാനമായിട്ടും ഡോളറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം വർഷങ്ങളായിട്ട് ശതാബ്ദങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ദശാബ്ദങ്ങളായിട്ട് നിൽക്കുന്ന ഒരു പിന്തുടരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഡോളറായിരുന്നു നമ്മുടെ ട്രേഡിംഗ് കറൻസി എന്ന് പറയുന്നതെങ്കിൽ ഇന്ന് കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. അമേരിക്കയുടെ പ്രത്യേകിച്ചുള്ള വിദേശ നയം മാറി വരുന്നതനുസരിച്ച് തന്നെ ലോകരാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ലോകത്തിൽ പല ഓൾട്ടർനേറ്റീവ് കറൻസി ആയിട്ട് പല രാജ്യങ്ങളും സ്വർണത്തെ കണ്ടു തുടങ്ങി. അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്കുകൾ ഡോളർ ശേഖരിക്കുന്നതിന് പകരം, റിസർവ് റേഷ്യോ ശേഖരിക്കുന്നതിന് പകരം സ്വർണത്തെ കൂടുതലായിട്ട് ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം 15 വർഷത്തെ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ ചൈനയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെയും ഒക്കെ സ്വർണ്ണ ശേഖരം വളരെയധികം കൂടിയിട്ടുണ്ട്. നിലവിലെ ഒരു സാഹചര്യത്തിൽ സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് സന്തോഷിക്കാം. സ്വർണത്തിൽ നിക്ഷേപം നടത്തിയവർക്ക് തീർച്ചയായും സന്തോഷിക്കാം. പക്ഷേ ആസ്തിയുടെ എത്ര ശതമാനം നിങ്ങൾ സ്വർണത്തിൽ നിക്ഷേപം നടത്തി എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ സന്തോഷം. അതായത് നിങ്ങളുടെ മുഴുവൻ പൈസയും സ്വർണത്തിലാണ് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സന്തോഷിക്കാം. പക്ഷെ നിങ്ങളുടെ മുഴുവൻ പൈസയും നിങ്ങളുടെ നമുക്കറിയാം പഴയകാല ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ചില വർഷങ്ങളിൽ സ്വർണം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ചില വർഷങ്ങളിൽ 2020 എടുത്തു കഴിഞ്ഞാൽ സ്വർണത്തിന്റെ പെർഫോമൻസ് ഉണ്ട്. അതേസമയത്ത് 2014 നിങ്ങൾ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഷെയർ മാർക്കറ്റുകൾ ഓഹരിയാണ് പെർഫോമൻസ് ഉള്ളത്. അപ്പോൾ ഓരോ വർഷവും നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകളിലായിരിക്കും പെർഫോമൻസ് വരുന്നത്. മുഴുവൻ പൈസയും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ സന്തോഷിക്കാം, പക്ഷേ അടുത്ത വർഷം സന്തോഷിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അതേസമയത്ത് നമ്മുടെ ടോട്ടൽ അസറ്റ് അലോക്കേഷന്റെ ഭാഗമായിട്ട് 100 രൂപയെ നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയയിൽ നിക്ഷേപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ സന്തോഷം തുടർച്ചയായിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സന്തോഷമായിട്ട് നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ സ്വർണ്ണക്കടകളിൽ നിന്നും സ്വർണം വാങ്ങുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം? വില ഇത്രയും കുത്തനെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണം വാങ്ങുക ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത് ആഭരണമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിക്ഷേപമായിട്ട് സ്വർണത്തിനെ ആഭരണമായിട്ട് സൂക്ഷിക്കുന്നത് ബുദ്ധിയല്ല. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, സ്വർണ്ണാഭരണശാലയിൽ അത് ബിസിനസ് സ്ഥാപനമാണ്. നമുക്കറിയാം ആ ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് എത്രത്തോളം മാർജിൻ, എത്രത്തോളം ഒരു ആഭരണമാണെങ്കിലും നിക്ഷേപമാണെങ്കിലും എത്രയും കുറച്ച് കിട്ടാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമ്മൾ നോക്കേണ്ടത് പണിക്കൂലി വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഭരണശാലകളിൽ എത്രയാണ് എടുക്കുന്നത്, അവരുടെ ക്വാളിറ്റി എത്രത്തോളമാണ്. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് മാത്രം നമ്മൾ ഒരു ആഭരണശാലയിൽ നിന്നും സ്വർണം എടുക്കുന്നത് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. അവസാനമായി ഒരു കാര്യം കൂടി, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ സ്വർണത്തിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ $4000 താഴാനുള്ള സാധ്യതയുണ്ട് എന്ന് പലരും പറഞ്ഞതാണ്. അത്തരത്തിൽ വലിയൊരു പ്രതീക്ഷ പുലർത്താമോ? അങ്ങനെയെങ്കിൽ 1 ലക്ഷത്തിൽ താഴേക്ക് കേരളത്തിൽ ഉൾപ്പെടെ സ്വർണ്ണവില കുറയും എന്നൊരു പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്താൻ കഴിയുമോ? തീർച്ചയായിട്ടും എത്താം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വെറും 3 ദിവസം കൊണ്ട് 24,000 രൂപ പവന് കുറഞ്ഞിട്ടുണ്ട്. ജനുവരി 29 അതിന്റെ ഏറ്റവും ഓൾ ടൈം ഹൈ ആയിട്ട് 1,31,000 രൂപയിൽ നിന്നും ഫെബ്രുവരി 2 ഇതിന്റെ വില 1,10,000 1,07,000 രൂപയിലേക്ക് ഒരു പവന് കുറയുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയാൽ 24,000 രൂപയുടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം $1,000 വ്യത്യാസം, $5,600 ഉണ്ടായിരുന്നത് $4,400 $1,000 കൂടുതൽ കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയെങ്കിൽ നമുക്ക് കുറഞ്ഞ കാലയളവിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവാമെങ്കിൽ സ്വാഭാവികമായിട്ടും 1 ലക്ഷത്തിന് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്.